അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകൻ കാശി രാമേശ്വരം പാണ്ഡി മലയാളം അടക്കി വാഴും അയ്യനയ്യപ്പന്റെ പൊന്നമ്പലം തെരുവ് കുലടകളെ കൊണ്ടുവന്ന് കളങ്കപ്പെടുത്തി കോടാനുകോടി അയ്യപ്പ ഭക്തരുടെ നെഞ്ചകം നീറുന്ന നെരിപ്പോടാളിക്കത്തിച്ച രാഷ്ട്രീയ മതാന്ധതയ്ക്ക് ചുട്ട മറുപടി നൽകുവാൻ നിത്യ ബ്രഹ്മചാരിയാം അയ്യപ്പ സ്വാമിക്കെതിരെ വനിതാ മതിൽ പിടിച്ചവർക്ക്, 10,000-കണക്കിന് അയ്യപ്പ ഭക്തരെ ചവിട്ടിത്തൊഴിച്ചവർക്ക്, അയ്യപ്പ നാമം തെറിജപമെന്ന് ആവർത്തിച്ച് ആക്ഷേപിച്ചവർക്ക്, നഗ്നത പ്രദർശിപ്പിക്കാനാണ് സ്ത്രീകൾ അമ്പലത്തിൽ പോകുന്നതെന്ന് പ്രസംഗിച്ചവർക്ക്, ആരാധനാ സ്വാതന്ത്ര്യത്തെ ഹനിച്ച് അരമുണ്ട് മുറുക്കിയെടുത്ത് ഭക്തർ സമർപ്പിക്കുന്ന കോടാനുകോടി രൂപ കവരുന്ന നിരീശ്വരവാദികൾക്ക് ചുട്ട മറുപടി നൽകുവാൻ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാന അവകാശം പൊൻതാമര അടയാളത്തിൽ രേഖപ്പെടുത്തി NDA സാരഥികളെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ, സ്നേഹത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഒരു മണ്ഡലകാല ഓർമ്മകൾ. ഒരിക്കൽ ശരണം വിളിച്ചതിന് ആണിവെച്ച ലാത്തിക്കടി വാങ്ങിയതോർമ്മയുണ്ടോ? നാമജപമല്ല തെറിജപമാണെന്ന് പറഞ്ഞതോർമ്മയുണ്ടോ? അഭിസാരികകളെ കക്ഷത്തിലൊളിപ്പിച്ച് സന്നിധാനത്തെത്തിച്ചതോർമ്മയുണ്ടോ? നിരനിരയായി പാർക്ക് ചെയ്തു വച്ച ബൈക്കുകൾ ചീട്ടുകൊട്ടാരം പോലെ ചവിട്ടിത്തള്ളിയിടുന്നതോർമ്മയുണ്ടോ? നിലയ്ക്കലും പമ്പയിലും പന്തളത്തും വരെ റബ്ബർ തോട്ടത്തിലൂടെയും പറമ്പിലൂടെയും പട്ടിയെ തല്ലുന്നതുപോലെ ഓടിച്ചിട്ട് വിശ്വാസികളെ പൊതിരിത്തല്ലുന്നതോർമ്മയുണ്ടോ? ഇതൊക്കെ ഇവിടെ നടക്കുമ്പോഴും പരസ്പര സഹകരണത്തോടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയായിരുന്നു അവർ. ഭക്തരുടെ മനസ്സിലും മെയ്യിലും തീക്കനൽ കോരിയിട്ട് ഉള്ളിലൂറി ചിരിച്ചാഘോഷിച്ച വേട്ടനായ്കളും സൂത്രധാരന്മാരിൽ പലരും ഇന്നെവിടെയാണ്? ഇളക്കിമാറ്റാൻ കഴിയാത്ത, സ്വർണം പതിക്കാത്ത ഇരുമ്പുവാതിലിനപ്പുറം ആ വലിയ കള്ളന്റെ കാലൊച്ചയും ഒരിക്കൽ നമ്മുടെ ചെവിയിൽ വന്ന് പതിക്കുക തന്നെ ചെയ്യും. സന്തോഷത്തോടെ പറയണം, സ്വാമിയേ ശരണമയ്യപ്പ. കാരണം നമ്മളിതൊക്കെ മറന്നാലും സാക്ഷാൽ കലിയുഗവരദൻ ഇതൊന്നും മറക്കില്ല.